ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി എയർ കൂളറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ടൊരു കാർഡ്ബോർഡ് ബോക്സിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതുപോലത്തെ ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മൾ ഈ ഒരു എയർ കൂളർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് നമുക്കൊരു ഫാൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു CPU എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് SMBS എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് SMBS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫാൻ വരുന്നുണ്ട്. ആ ഫാനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു SMBS ഇതിൽ നിന്ന് ആദ്യം തന്നെ ഒന്ന് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കാണുന്ന 4 സ്ക്രൂസ് അഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാപ്പ് ഇതുപോലെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ SMBSൻ്റെ ഉൾവശം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫാനാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു 4 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അഴിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് ഫാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. കേട്ടല്ലേ, ഇതൊരു 12 വാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണിത്. അടുത്തായിട്ട് CPUവിൻ്റെ കേസിങ്ങിൽ വരുന്ന ഈ കാണുന്ന ഈ ഒരു സംഭവം നമുക്കിതൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇത് പ്രോസസ്സർ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫാനിൽ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണ് കേട്ടോ വേണ്ടത്. അടുത്തായിട്ട് വേണ്ട ഇതുപോലത്തെ ഒരു DC സോക്കറ്റ്, അതുപോലെ തന്നെ ഒരു 12 വോൾട്ടേജ് അഡാപ്റ്ററുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ഒരു കൂളർ ഉണ്ടാക്കാനായിട്ട് വേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫാന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബോക്സിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളിതേ ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫാനിൻ്റെ ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ ഈ ബോക്സിൻ്റെ കറക്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കത്തിയോ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മളിത് ഈ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫാൻ ഏകദേശം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഈ ഒരു സംഭവം കണ്ടില്ലേ, അതിന് നമുക്ക് ഏകദേശം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് അതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ പീസ് ആവശ്യമുണ്ട്. ഇത് നമ്മൾ കൊതുക് ബാറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോക്സ്, അതായത് ഈ കാർഡ്ബോർഡ് ബോക്സിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 2 എയർ വെൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ അടയാളപ്പെടുത്തി എടുത്തിരുന്നു. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ അടയാളപ്പെടുത്തിയുള്ള അടിവശം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. മുകൾ വശം കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മൾ താഴത്തെ വശം അതുപോലെ തന്നെ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് മടക്കിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മുകളത്തെ ലൈന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല, ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഏരിയ നമുക്ക് ഇതുപോലെ ഒന്ന് പുറത്തേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ പുറത്തേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിത് അടിപൊളിയായിട്ട് പുറത്തേക്ക് ഇതുപോലത്തെ ഒരു എയർ വെൻ്റ് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്വിച്ച് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മളിത് ഈ ഒരു സ്വിച്ച് വെക്കാൻ പാകത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ എടുത്തുള്ള ഈ ഒരു സ്വിച്ച് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഈ ഒരു DC സോക്കറ്റ് ഇവിടെ വെക്കാൻ പാകത്തിന് നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോക്കറ്റ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കണക്ഷൻസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫാനിൻ്റെ ഒരു ലൈൻ നമ്മൾ സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാനിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്വിച്ചിലേക്കും സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സോക്കറ്റിൻ്റെ ഒരു ലൈൻ നമ്മൾ സ്വിച്ചിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പ്ലസും മൈനസും മാറാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കണക്ഷൻസൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കണക്ഷൻസേ നമുക്കിതിൽ വരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, വർക്കിംഗ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു 12 വാൾട്ട് അഡാപ്റ്റർ നമുക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാന് നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് വർക്ക് ചെയ്ത് കാണിച്ചു തരുന്നില്ല. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്